കിഴക്കമ്പലത്ത് ഒഴുകിയ അത്രയും കാശ് പണം വാരിയെറിയുകയായിരുന്നു. മദ്യം ലോഡ് കണക്കിനാണ് ഇറക്കിയത്. വികസന പ്രവർത്തനത്തെയല്ല ഇപ്പോൾ പേടിക്കുന്നത് അവർ. കാരണം 2020 നടപ്പിലാക്കിയ പദ്ധതികൾ ഇന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പഞ്ചായത്തുകളും നടപ്പിലാക്കാൻ സാധിക്കും. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒന്നല്ലെങ്കിൽ LDF യൂണിയൻ അല്ലെങ്കിൽ UDF യൂണിയനുള്ള ആളുകളാണ്. എന്ത് വൃത്തികെട്ട മാർഗം ഉപയോഗിച്ചും അതിനെ ഇല്ലാതാക്കാനായിട്ടാണ് രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. അതിലിവരെല്ലാവരും ഒറ്റക്കെട്ടാണത്. ഞങ്ങളെ അരാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായിരിക്കാം. കാരണം ഞങ്ങൾ ഈ നാടിനെ സേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു അവർ കഴിഞ്ഞ 40 വർഷമായിട്ട്. 2020 ഈ ഒരു വിജയത്തെ എങ്ങനെ ആണ് നോക്കി കാണുന്നത്? ഞങ്ങൾ 5 വർഷം കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം നടത്തി. ആ ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര നല്ല രീതിയിൽ ഭരിച്ചാലും ജനങ്ങൾ എങ്ങനെ അതിനെ കണക്കാക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ജനങ്ങളതിനെ സന്തോഷത്തോടെ എതിരേറ്റു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 17 സീറ്റുകളാണ് കിട്ടിയത്. ഈ തവണ 18 സീറ്റുകൾ നൽകി, ജില്ലാ പഞ്ചായത്ത് നൽകി. അങ്ങനെ എല്ലാ വാർഡുകളിലും നമുക്കൊരു നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചു. പിന്നെ വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ, കാരണം LDFും UDFും SDPI PDP വെൽഫെയർ പാർട്ടി 5 പാർട്ടിക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് 2020 എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവർ ഈ പോളിംഗ് ഓഫീസർ അടക്കം ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെയെല്ലാം അവരുടെ ചെൽപ്പടിയിൽ നിർത്തിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. ഇതിനെല്ലാം പുറമേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കിഴക്കമ്പലത്ത് ഒഴുകിയ അത്രയും കാശ് പണം വാരിയെറിയുകയായിരുന്നു. മദ്യം ലോഡ് കണക്കിനാണ് ഇറക്കിയത്. അപ്പോൾ ഒരു വോട്ടിന് 5000 രൂപ വെച്ച് മറ്റിയാണ് പല സ്ഥലങ്ങളിലും കൊടുത്തത്. അപ്പോൾ ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ 20,000 റുപ്യയാണ് അവർ കൊടുക്കുന്നത്. ഇതിന് പുറമെയാണ് മദ്യം കഴിക്കുന്നവരെ മദ്യം കൊടുത്ത് സ്വാധീനിക്കേണ്ടായത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ തവണ ഒരു വാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾ 400 വോട്ടിന് അവിടെ വിജയിക്കേണ്ട വാർഡാണ്. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അവർ ഏതാണ്ട് 200 വോട്ടുകളാണ് പർച്ചേസ് ചെയ്തത്. അത് 5000 റുപ്യ വെച്ചിട്ട് 10 ലക്ഷം രൂപയാണ് ഒറ്റ രാത്രി അതിനുവേണ്ടി ചിലവാക്കിയത്. അല്ലെങ്കിൽ 19 സീറ്റും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടന്ന ഏറ്റവും ഒരു വൃത്തികെട്ട കൂട്ടുകെട്ടും അതുപോലെ എല്ലാ വൃത്തികെട്ട മാർഗങ്ങളും ഉപയോഗിച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് അത്. അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടിയ ഒരു ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭരണം അത്ര മികവുറ്റതായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണത് കാണുന്നത്. ഈ വികസന പ്രവർത്തനത്തെ ഇവർ പേടിക്കുന്നുണ്ടോ? വികസന പ്രവർത്തനത്തെയല്ല ഇപ്പോൾ പേടിക്കുന്നത് അവർ. കാരണം 2020 നടപ്പിലാക്കിയ പദ്ധതികൾ ഇന്ന് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പഞ്ചായത്തുകളും നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരിക്കലും 2020യെ താഴ്ത്തിറക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരിക്കലും സാധിക്കില്ല എന്നറിയാം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അവരിത്ര ശക്തമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള വൈരാഗ്യങ്ങളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത്. വികസനം നടക്കുന്നു, അത് നടന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അത് ശക്തിയായിട്ട് അതിൽ വിശ്വസിക്കുന്നു, അതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഭയപ്പെട്ടത്.
2015 ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് 17 സീറ്റുകളോടെ 2020 നേടിയെടുക്കുകയാണ്. ഈ 2020 5 വർഷം കഴിയുമ്പോൾ ഈ ചിത്രം മാറുന്നു. 2020 വികസനങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പം 4 പഞ്ചായത്തുകൾ കൂടി കൂടുതലായിട്ട് 2020 ചേരുന്നു. ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ്? ഇതിൽ ഞാൻ പറഞ്ഞു, കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലായിരുന്നു. പക്ഷേ മറ്റ് പഞ്ചായത്തുകൾ ഞങ്ങൾ 2 മാസമേ അവിടെ പ്രവർത്തിച്ചുള്ളൂ. ഞങ്ങൾ അവസാന നിമിഷത്തിലാണ് അങ്ങനൊരു തീരുമാനമെടുത്തത്, മറ്റു 4 പഞ്ചായത്തുകൾ കൂടി വ്യാപിപ്പിക്കാനായിട്ട്. അങ്ങനെ 2 മാസത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ കടന്നു ചെല്ലുന്നത് തന്നെ 2 മാസമായിട്ടുള്ളൂ. അത്രയും അധികം ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയും അതിന് വോട്ട് ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കാണിക്കുന്നത്, ഒന്ന്, ഞങ്ങളിൽ ഉള്ള വിശ്വാസം, 2, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ജനങ്ങൾക്കുള്ള ഒരു അമർഷവും വെറുപ്പുമാണ് കാണിക്കുന്നത്. പലപ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും LDF പറയും ഈ തവണ ഞങ്ങൾ നില മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ UDF പറയും ഞങ്ങൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഞങ്ങളാണ് കൂടുതൽ. ഇത് ശരിയായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കൂട്ടരോടും ഒരു താല്പര്യമുണ്ടായിട്ടല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു നിവൃത്തികേടാണ്. അവർക്ക് മറ്റ് മാർഗങ്ങളില്ല, ഒന്നല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF. അപ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് വോട്ട് കുത്തിയേ മതിയാവും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവരതിൽ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വോട്ട് ചെയ്യുന്നതായിട്ടാണ് രാഷ്ട്രീയക്കാരതിനെ ചിത്രീകരിക്കുന്നത്. ഇവിടെ തെളിയിക്കപ്പെട്ടത് അത് തന്നെയാണത്. കാരണം ഇതിന് വ്യത്യസ്തമായിട്ട് അവർക്ക് മൂന്നാമതൊരാൾ വിശ്വാസ്യതയുള്ള ഒരു പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതിൽ ധൈര്യമായിട്ട് കുത്തിയവർ. ആക്രമിക്കപ്പെട്ട മണ്ഡലത്തിൽ പോലും ഇത്തവണ വിജയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടഞ്ഞും അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് നേരിട്ടുമുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ളൊരു വലിയ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഈ 5 വർഷം രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അവർ ഏതെല്ലാം രീതിയിൽ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളായാലും എങ്ങനെയൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ സാധിച്ചോ അതെല്ലാം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച്, കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒന്നല്ലെങ്കിൽ LDF യൂണിയൻ അല്ലെങ്കിൽ UDF യൂണിയനുള്ള ആളുകളാണ്. അപ്പോൾ അവരെയും സ്വാധീനിച്ച് പല തടസ്സങ്ങളും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഇവർ വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തിനുള്ളിൽ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, വ്യത്യസ്ത കാര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് തടഞ്ഞിടും, അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും അതിന് സഹകരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോടതിയെ സമീപിക്കുക വഴിയുള്ളൂ. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത്, ഇവർക്കെതിരായിട്ടൊരു ബദൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർ അതിന് ഒരു തടസ്സം വരുമ്പോൾ എന്ത് വൃത്തികെട്ട മാർഗം ഉപയോഗിച്ചും അതിനെ ഇല്ലാതാക്കാനായിട്ടാണ് ഈ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. അതിലിവരെല്ലാവരും ഒറ്റക്കെട്ടാണത്. അതിലാശയപരമായിട്ട് ഒരു യോജിപ്പ് കുറവും ഇവർ തമ്മിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തടസ്സങ്ങൾ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് തിരഞ്ഞെടുപ്പിൽ അതൊന്നും സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ. അപ്പോൾ അവരവസാന കൈ എന്നുള്ള രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് അക്രമങ്ങളും ബൂത്ത് പിടിക്കലും ഈ അക്രമമൊക്കെ അഴിച്ചുവിട്ടത്. പക്ഷേ അതിലും അവർ വിജയിച്ചില്ല എന്നുള്ളതാണത് കാണിക്കുന്നത്. ഈ അരാഷ്ട്രീയമാണ് 2020 മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ചില മാധ്യമങ്ങൾ പോലും തുറന്നെഴുതുന്നു. അത്തരം മാധ്യമ രീതികളോട് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ളതാണത്. ഈ ഞങ്ങളെ അരാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായിരിക്കാം. കാരണം ഞങ്ങൾ ഈ നാടിനെ സേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി സേവിക്കുന്നതിനേക്കാൾ നന്നായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ 73 വർഷങ്ങളായിട്ട് ഇന്ത്യ മാറി മാറി ഭരിച്ച ഏതൊരു പ്രസ്ഥാനങ്ങളെക്കാൾ ഭംഗിയായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അപ്പോൾ രാഷ്ട്രത്തെ സേവിക്കുന്ന ജോലി ഞങ്ങൾ ചെയ്തപ്പോൾ അതിനെ അരാഷ്ട്രീയമാണ് എന്ന് പറയുന്നവർ അത് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ആദ്യം മുതലേ ഞങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ
ഇപ്പോൾ ഏകാധിപത്യ ഭരണമാണെന്ന് പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ഭരണമാണെന്ന് പറയുന്നുണ്ട്, രാഷ്ട്രീയവാദമാണെന്ന് പറയുന്നുണ്ട്, ഇത് CSR ആണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണല്ലോ 5 വർഷം പൂർത്തിയാക്കിയത്. പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്നു, അതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി അവർ ജയിപ്പിക്കുന്നു. അതിൻ്റെ സമീപ പഞ്ചായത്തുകളിലെല്ലാം എല്ലാവരും അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മളൊരു സംവിധാനത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പുകളും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവസാനമായിട്ട് അത് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. അത് വിധി എഴുതി കഴിഞ്ഞു. അവർ വളരെ ഭംഗിയായിട്ട് അതിനുള്ള മറുപടി ഞാനല്ല കൊടുത്തത്, അവർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിൽ. 2020 ഒരു ഭക്ഷ്യസുരക്ഷാ പദ്ധതി, ഒരു സൂപ്പർ മാർക്കറ്റ് വരുന്നു, അവിടെ കുറഞ്ഞ ചിലവിൽ അവിടെ പ്രൊഡക്ഷൻ വരുന്നു, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നു, റേഷൻ കാർഡുകൾ വരുന്നു, അവർക്ക് കാർഡുകൾ വരുന്നു. അത്തരമൊരു പ്രോസസ്സിലേക്ക് വഴി നയിച്ചത് എങ്ങനെയായിരുന്നു? കാരണം ഞങ്ങൾ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ 15-ലാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണം ഏറ്റെടുത്തത്. 2020 പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയത് 2012-ലാണ്. 2013 തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പട്ടിണിയാണ്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടാണ് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത്. അപ്പോൾ 2013 ഞങ്ങൾ അതിന് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ അത് ഇന്നത്തെ രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പച്ചക്കറികളും അത്യാവശ്യ അരി സാധനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവർക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമുണ്ട്. ആധുനിക ഒരു എന്താ പറയുക, ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ രീതിയിലുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളിപ്പോൾ 5 വർഷം കൊണ്ട് ആദ്യം ഭരണം ഏറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്ത കാര്യം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ അവരുടെ കണ്ണ് മുഴുവൻ ഏത് പദ്ധതികളിലാണ് കൂടുതൽ പണം നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ റോഡ് പണിയുക, പാലങ്ങൾ പണിയുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ പണിയുക, ഇവിടെയൊക്കെ അഴിമതിക്ക് വലിയ അവസരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നേരെ തന്നെ നമുക്കൊരു 60% അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നോക്കാറില്ല. അപ്പോൾ നാടിൻ്റെ വികസനമോ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാതെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കിയാൽ അറിയാം, ഓരോ ഭരണം വരുമ്പോഴും 5 വർഷം LDF, 5 വർഷം UDF, പിന്നെ LDF, UDF. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, കള്ളനും പോലീസും കളിക്കുന്ന ഒരു പദ്ധതിയാണ്. 2 കൂട്ടർക്കും അറിയാം ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ ഭരണം 5 വർഷം കഴിഞ്ഞാൽ കിട്ടില്ല. 5 വർഷം പിന്നെ അവർ സുഖവാസത്തിന് പോകും, വീണ്ടും 5 വർഷം ഇവർക്ക് കിട്ടും, അപ്പോൾ ഇവർ സുഖവാസത്തിന് പോകും. അപ്പോൾ ഈ ഒരു പതിവാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളുകൾ എന്തിനു വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു? ഞങ്ങൾ അധികാരത്തിലേറിയിട്ട് ഈ 5 വർഷം കൊണ്ട് ഞങ്ങളിപ്പോൾ നടപ്പിലാക്കിയത് തന്നെ ആദ്യം അടിസ്ഥാന പ്രശ്നങ്ങളിലാണ് ഫോക്കസ് ചെയ്ത്. അവരുടെ കുടിവെള്ള പ്രശ്നം, ഭക്ഷണം, വിദ്യാഭ്യാസം, റോഡുകൾ, അങ്ങനെയുള്ള കൃഷി, പല മേഖലകളുമാണ്. അപ്പോൾ ഇനി അടുത്ത 5 വർഷം എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു വേറൊരു ലെവലാണത്. കാരണം ഇനി കൂടുതൽ ആഡംബരത്തോടു കൂടിയിട്ടുള്ള, കുറച്ചുകൂടി കൂടുതൽ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടി വരുന്നത്. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ, പക്ഷേ എല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായി ഇരിക്കുകയാണത്. അപ്പോൾ ഇനി അടുത്ത 5 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളുകൾ, സിനിമ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, പിന്നെ ഹെൽത്ത് സെൻറ്ററുകൾ, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ കോച്ചിങ് സെൻറ്ററുകൾ, റവന്യൂ ടവർ, അങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടി അവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെയുള്ള മേഖലകൾ നോക്കിയിട്ടാണ് ഞങ്ങൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയാൽ, ഇനിയിപ്പോൾ ഈ ടേം കൂടി ഞങ്ങൾ പൂർത്തിയാക്കിയാൽ
ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ അതെ, കാരണം പൈസ ചിലവാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും വികസനം വന്നു കഴിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാനില്ല ഈ പഞ്ചായത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏത് പഞ്ചായത്തിലും ഇത് തന്നെ അവസ്ഥ. അതെ, അഴിമതിയില്ലാതെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണം നടത്തി കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം സ്വർഗമാക്കാം. പക്ഷേ അത് നടക്കുന്നില്ല. അതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെടുത്തു കഴിഞ്ഞാൽ DMK ADMK അവിടുത്തെ ചെയ്യുന്നത് നല്ല വികസനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നല്ല പാലങ്ങൾ, കമ്പ്യൂട്ടർ, TV ഇവയൊക്കെ നൽകിക്കൊണ്ടാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല? അല്ലെങ്കിൽ 2020 അത്തരം വിജയങ്ങൾ നേടിയെടുക്കുന്നു? ഈ സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? നമുക്ക് കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഇവിടെ ഒന്ന് LDF UDF, വേറൊരു ഓപ്ഷനില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിലും അഴിമതിയുണ്ട്, ഇവിടെയും അഴിമതിയുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ അഴിമതി നടത്തുന്ന നല്ലൊരു പങ്കും ജനങ്ങൾക്ക് തന്നെ തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജയലളിത ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ വെള്ളം, അമ്മ പാല്, അമ്മ ഊണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം ജനങ്ങൾക്ക് തിരിച്ചു പോവുക. അതുകൊണ്ട് ജനങ്ങളും ഈ അഴിമതിയെപ്പറ്റി വലിയ ഒരു അവരതിനെപ്പറ്റി ഒരു ഗവനിക്കുന്നില്ല, പ്രശ്നം അവർക്ക് കാണുന്നില്ല. അവർക്കും കിട്ടുന്നു അതിൻ്റെ ഒരു വിഹിതം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ അഴിമതി നടത്തിയതെല്ലാം രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പോക്കറ്റിലേക്കാണ് പോകുന്നത്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാറില്ല. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ നാടിനോട് 1% പോലും ഒരു ആത്മാർത്ഥതയും ഒരു രാഷ്ട്രീയക്കാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാട് നന്നാകണമെന്നോ ഇവിടുത്തെ ജനങ്ങൾ നന്നായിരിക്കണമെന്നോ അങ്ങനെയൊരു താല്പര്യം ഒരു ആൾക്കുമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ. ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ? ഞങ്ങൾ ഈ 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതല്ല. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായ ആ ഒരു സാഹചര്യമാണ് ഞങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരാളെ 10-40 പേര് പല സ്ഥലങ്ങളിലായിട്ട് മർദ്ദനമേറ്റിട്ടുണ്ട്. 1000-ഓളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട്. ഈ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളെ ബൂത്തിൽ നിന്ന് വലിച്ചിറക്കി അയാളുടെ ഭാര്യയുടെ മുന്നിലിട്ട് വളരെ ഒരു മൃഗീയമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. അയാൾ ഭാഗ്യത്തിന് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ ഒരു സംഭവം അത് ആദ്യം മുതൽ അവസാനം വരെ ക്യാമറയിൽ പകർത്തി അത് പോലീസിന് കൊടുത്തിട്ടും ഇതിൽ വരുന്ന പ്രതികളെല്ലാം നിസാര വകുപ്പുകൾ ഇട്ടിട്ട് 5 മിനിറ്റിനുള്ളിൽ VIP ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇവരെ ഇറക്കിക്കൊണ്ട് വരികയാണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആർക്കും എവിടെയും എന്തും ചെയ്യാം, ആരെയും അടിക്കാം, എവിടെയിട്ടും അടിക്കാം, എവിടെയിട്ട് ആരെ വേണമെങ്കിലും ഏത് രീതിയിലും ഉപദ്രവിക്കാം, അവരെ കൊല്ലാം. പക്ഷേ ഞങ്ങൾ രക്ഷിക്കും, പോലീസ് പിടിക്കില്ല, നിയമത്തിൻ്റെ മുന്നിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വരുമ്പോൾ അത് നമുക്ക് ഒരു ഓപ്പൺ ലൈസൻസാണ്. മറ്റൊരാൾക്കും ഇതുപോലെ ചെയ്യാം. രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ആരുടെ ജീവനും ഒരു സുരക്ഷയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടും ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ മലയാളികളും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷേ ആരതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകളൊക്കെ പ്രതികരിച്ചു. ഇന്നും അതിന് ഒരു കോൺക്രീറ്റായിട്ടുള്ള ഒരു നടപടിയുമായിട്ട് ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ നമ്മുടെ പല മേഖലകളിലുമുള്ള അപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ ഞാൻ എന്തിനും ഇതിൽ ഇടപെടണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറിക്കഴിയുമ്പോൾ ഈ കേരളം നാളെ ഒരു
എന്താ പറയുക, ഒരു ഗുഡായിസത്തിൻ്റെ അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, ചോദ്യം ചെയ്യേണ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തവണ ഒന്ന് മത്സരിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നപ്പം ജേക്കബ് തോമസ് സാറ് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം പ്ലാന്റ് ഉൾപ്പെടെയുള്ളവ സൂപ്പർ മാർക്കറ്റ് വരെ സന്ദർശിച്ച ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ആ സാഹചര്യം വഴിമാറി. ഇത്തവണ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ സാറ് വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ അത് മാറാനായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പുള്ളിയെ സർവീസിൽ നിന്ന് അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല, അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടും അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് മത്സരിക്കാൻ സാധിക്കില്ല. അത് പിന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇനിയിപ്പോൾ 5 മാസം തിരഞ്ഞെടുപ്പിനുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് കണ്ടെടുത്ത് മുൻകൂട്ടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇതിനകത്ത് വരുന്നില്ല. കൊച്ചി നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് 2020 വളർത്തുമെന്ന്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വളരുമെന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണത്. കാരണം ഇപ്പോൾ ഞങ്ങൾ തന്നെ 5 വർഷം, ഇത് കൊച്ചിയുടെ ഭാഗം തന്നെയാണല്ലോ, ഈ 5 വർഷം കൊണ്ട് വെറും 2 മാസത്തെ പ്രവർത്തനം കൊണ്ട് 4 പഞ്ചായത്തുകളിൽ വലിയൊരു സ്വീകരണമാണ് നമുക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ 2020 കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ അവർ ഹൃദയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് സമാനമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ തവണ തിരഞ്ഞെടുപ്പിൽ വന്നു. ഇപ്പോൾ ചെലാനത്ത് 8 സീറ്റുകൾ നേടി, പല സ്ഥലത്തും ആളുകൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ V4 കൊച്ചി ആണെങ്കിൽ തന്നെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ എല്ലാ സീറ്റുകളിലും ആളുകളെ നിർത്തി 10% വോട്ട് നേടാൻ സാധിച്ചു അവർക്ക്. അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല നമുക്ക്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 8 വർഷമായി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട്. V4 കൊച്ചി നമുക്ക്, എനിക്ക് തോന്നുന്നു, മാക്സിമം ഒരു 6 മാസമായിട്ടുണ്ടാവും. അപ്പോൾ 6 മാസത്തിനുള്ളിൽ 10% വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, ഈ ഇപ്പോഴത്തെ സംവിധാനത്തോടുള്ള ഒരു അകൽച്ചയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിനകത്ത് ഇപ്പോൾ 100% നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഇതിപ്പോൾ ഒരു മാറ്റം വരണം, ഒരു മാറ്റം ആവശ്യമാണ് കേരളത്തിൽ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളുണ്ട്. അപ്പോൾ അവർ അതിനെ അംഗീകരിച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോകും. ഈ ജനങ്ങൾ നാളെ പറയുകയാണ് വേണ്ട, നമുക്ക് LDF മതി, UDF മതി, ആയിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അതിനൊരു ശ്രമം നടത്തിയില്ല എന്നുള്ള ഒരു നമുക്കൊരു മനസ്താപം വരരുത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്തെല്ലാം ജനങ്ങളത് അംഗീകരിച്ചിട്ടുണ്ട്, ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോൾ 15 മുമ്പ് ഞങ്ങൾ മത്സരിക്കണം തീരുമാനിച്ചതല്ല, പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്നും ജനങ്ങൾ 73% വോട്ടുകൾ നൽകിയാണ് ഞങ്ങളെ വിജയിപ്പിച്ചത്. ഇപ്പോൾ സമീപ പഞ്ചായത്തുകളിലും അതേ നിലപാട് തന്നെ ജനങ്ങളെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു വിശ്വാസ്യതയാണത്. ഇന്നിപ്പോൾ 2020 എന്ന് പറയുന്നത് ജനങ്ങൾക്കറിയാം ഇത് നല്ല രീതിയിൽ പോകും, നല്ലൊരു നേതൃത്വമാണ്, ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് തെറ്റുവരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരു വില്ലകളുടെ നിർമ്മാണം 2020 വലിയ വിജയമായിരുന്നു. കാരണം ഇവിടുത്തെ സർക്കാരിനോ ഒന്നും കഴിയാത്ത ഒരു സംവിധാനത്തിൽ ആ ചട്ടക്കൂട്ടിന് മുകളിൽ നിന്നുകൊണ്ടാണ് 2020 ആ വിജയം കൈവരിച്ചത്. അപ്പോൾ തുടർന്നും അത്തരം വികസനങ്ങളൊക്കെ അല്ല, ഞങ്ങളിപ്പോൾ ഈ വീടുകളുടെ നിർമ്മാണത്തിൽ ഏതാണ്ട് 960ഓളം വീടുകൾ ഞങ്ങൾ പൂർത്തിയാക്കി. ഈ വില്ലകൾ എന്ന് പറയുന്നത് ലക്ഷം വീടുകളായിരുന്നത്, ഏതാണ്ട് 72 ലക്ഷം വീടുകൾ അവിടെ ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു അവർ കഴിഞ്ഞ 40 വർഷമായിട്ട്. അവരെ ഞങ്ങൾ ഒറ്റ വീടുകളാക്കി, അത് വില്ലകളാക്കി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആധുനിക വില്ലയുടെ പ്രോജക്റ്റ് പോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. അത്
അപ്പോൾ ഇനി അങ്ങനെ ഒരു ലക്ഷം വീടുകൾ ഇവിടെ ഇല്ല, എല്ലാം ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു, പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ള കോളനികളും ഇവിടെ ഇല്ല. ഇനി ഒറ്റപ്പെട്ട വീടുകൾ കുറേ തീർക്കാനായിട്ടുണ്ട്. അതിപ്പോൾ ഒരിക്കലും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്. കാരണം പല ആളുകളും പലപ്പോഴും നമ്മുടെ ഈ ആളുകൾ തന്നെ അവരുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ കടബാധ്യതകളുണ്ടാക്കും. അവസാനം വീട് വിൽക്കേണ്ടി വരും. വീട് വിറ്റ് കഴിഞ്ഞ് പെരുവഴിയിലേക്കാവും. അപ്പോൾ പിന്നെ അവന് വീട് പണിയണം. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഒരിക്കലും എനിക്ക് ഈ ലോകമുള്ളിടത്തോളം കാലം ഈ വീട് നിർമ്മാണം ഏതൊരു ഗവൺമെൻറ്റിനും ഒരു ബാധ്യതയാണ്, പഞ്ചായത്തിനും ഒരു ബാധ്യതയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പുതുതായിട്ട് ആളുകൾ വരും. ഇനി കുട്ടികളുണ്ടാകുമ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വീട് നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും അങ്ങനെ തുടരും ഞങ്ങൾ. ഈ പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ടവരാണോ ഇത്തരത്തിൽ ഈ ആക്രമണങ്ങളിലേക്ക് തിരിയുന്നത്? ഇതിൽ അന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇവരെതിയിട്ട് നയിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ ആ വിശ്വാസം പരിധി വിടുമ്പോൾ, കാരണം അന്ധമായിട്ട് അതിനെ വിശ്വസിച്ച് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഏത് വഴികളും തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് തെറ്റായി പോകുന്നത്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ പ്രധാനമായിട്ടും 2 രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. അപ്പോൾ പരസ്പരം അവർ ആക്രമിച്ച് എത്രയോ മരണങ്ങൾ, എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് പുതുതായിട്ട് വന്നൊരു സംവിധാനം, ഒരു മറ്റ് ദേശീയ പാർട്ടികളെ പോലെയുള്ള പിൻബലമില്ല. അപ്പോൾ അതിനെ അടിച്ചൊതുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവരതിനെ ശ്രമിക്കുന്നത്. അതിപ്പോൾ എല്ലാ ആളുകളും അതേ ആശയക്കാരാണെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ നേതൃത്വം അത് നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കടമ അവർക്കുണ്ട്. അത് ചെയ്യുന്നില്ല അവരത്. ഇപ്പോൾ ഞങ്ങൾ 8 വർഷമായി ഞങ്ങളുടെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരാൾ പോലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. കാരണം ആദ്യം മുതലേ ഞങ്ങൾ കർശനമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. 2020 സമാധാനത്തിൻ്റെ പാർട്ടിയാണ്. ഒരാളുടെ സ്വാതന്ത്ര്യം ഒരാൾക്കുള്ളതുപോലെ തന്നെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കണം എന്നുള്ള നിലപാടാണത്. ഞങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും മദ്യപിച്ച് ബഹളമുണ്ടാക്കുക അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, ആ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. അത് കർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുതന്നെയല്ല, അങ്ങനെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് 2020 പ്രവർത്തനമായാലും ഞങ്ങൾക്കതിൽ വ്യത്യസ്തതയില്ല. അങ്ങനെ നിലപാടെടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ അണികൾ അതിനെ ആ രീതിയിലേ കാണുള്ളൂ. അതിന് പകരം ഇപ്പോൾ ഇവിടെ നടന്ന രീതിയിൽ ഒരുത്തനെ അടിക്കുന്നു, അത് നേതൃത്വത്തിൽ കാണുന്നു. പക്ഷേ അത് പോലീസിൽ പോയിട്ട് അവർ തന്നെ വളരെ ഭംഗിയായിട്ട് ഇറക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ ഗുണ്ടകളും അക്രമകാരികളൊക്കെ ആയിട്ട് തീരുന്നത്. വലിയ തോതിലുള്ളൊരു പ്രചരണമായിരുന്നു ഈ CSR ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് 2020 ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇത് 2020യുടെ അല്ല, ഇത് കേന്ദ്രത്തിൻ്റെ പണമാണ് വിനിയോഗിക്കുന്നതൊക്കെ ഉള്ളൊരു ആരോപണം. ഇതിലെങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു പ്രതികരണം? ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഞങ്ങൾ 2012 ഈ 2020 തുടങ്ങിയത്. അന്ന് CSR ബില്ലേ പാസ്സായിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 CSR നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ അത് തന്നെ ഈ തെറ്റാണ് ഇവർ പറയുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ കേരളത്തിൽ, ഇന്ത്യയിലെ പോകട്ടെ, കേരളത്തിൽ ധനവാന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 211ാമത്തെ ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ ധനവാന്മാരായിട്ടുള്ള 210 പേര് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ CSR നിയമമാണ്, കേന്ദ്ര പണമാണ്, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർക്കൊന്നും ആ നിയമമില്ലേ? എനിക്ക് മാത്രമായിട്ട് ഇന്ത്യയിലൊരു നിയമമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ, ഇതിനെ എതിർക്കുന്നവർ മനഃപൂർവ്വം ഇതിനെ
ചെളിവാരി തേക്കാനായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണത്. ഇപ്പോൾ ഇതിന് ചുറ്റുപാടും തന്നെ ഇതിനേക്കാൾ 100 ഇരട്ടിയും 200 ഇരട്ടിയും ആസ്തിയുള്ള ലാഭമുണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട്. ഇപ്പോൾ റിഫൈനറി തന്നെ 88,000 കോടി രൂപയാണ് അവരുടെ വിറ്റുവരവ്. ആ നിയമം അവർക്ക് ബാധകമല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു റോഡ് പണിയുന്നുണ്ടോ? അവർ മുന്നിൽ കൂടി പോകുന്ന റോഡ് പോലെ അവർ പണിയുന്നില്ല. അവർ ഒരു വില്ലകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ചോറ് മേടിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടല്ല. നമ്മളിപ്പോൾ CSR എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റിൻ്റെ 2%. അപ്പോൾ ആ 2% ഇങ്ങനെ ചിലവാക്കണമെന്നൊന്നുമില്ല. എല്ലാ കമ്പനികളും അത് വേണമെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ദുരിതാശ്വാസത്തിയിട്ട് കൊടുക്കാം, ഇന്ത്യയുടെ ഏത് ഭാഗത്തും കൊടുക്കാം. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് 75% തിരിച്ച് കിട്ടുന്ന സംവിധാനമുണ്ട്. അതിനൊക്കെ ഏജൻസികളുണ്ടത്. വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 1 കോടി രൂപ CSR ഫണ്ട് ചിലവാക്കണം. ആ 1 കോടി രൂപ ആ പർട്ടിക്കുലർ ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ 75 ലക്ഷം രൂപ ബ്ലാക്കായിട്ട് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ 1 കോടി രൂപ റെക്കോർഡിൽ നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ പണിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുള്ളൊരു മനസ്സ് വേണം നമ്മൾ. ഇപ്പം ഞങ്ങൾ CSR എന്നൊന്നുമല്ല, ഞങ്ങളുടെ ഫാക്ടറിയുടെ പ്രോഫിറ്റിൻ്റെ നല്ലൊരു ശതമാനം ഞങ്ങളതിന് വേണ്ടിയിട്ടാണ്, ഫാക്ടറിയുടെയും മറ്റുള്ള വരുമാനത്തിൻ്റെ എല്ലാം. ഇത് കൂടാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വരുമാനം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം, ഇതെല്ലാം ഇതിനു വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുകയാണത്. അതിലൊന്നും CSR ബാധകമല്ലല്ലോ. അതെല്ലാം ടാക്സ് അടച്ച് കൃത്യമായിട്ട് നമുക്ക് മുഴുവനായിട്ട് ഉപയോഗിക്കാവുന്ന പണമാണത്. ആ പണമാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നല്ലത് പറയണമെന്നില്ല, സഹായിക്കണ്ട. പക്ഷേ ഇതൊക്കെ മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു കാര്യം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെ എങ്ങനെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രചരണങ്ങളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. ഇതിൽ നിന്ന് 2020-ൽ നിന്ന് മുൻപുണ്ടായിരുന്ന ഒരു ഭാരവാഹി പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തു പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവർ പിന്നീട് എതിർചേരിയിൽ നിന്നുകൊണ്ട് ആക്രമിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ഏത് പ്രസ്ഥാനങ്ങളിലായാലും ഇപ്പോൾ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമുക്ക് വേറൊരു മനുഷ്യനെ നമുക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ളിൽ അവരെ ആശയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. പലപ്പോഴും നമ്മൾ അത് പ്രവർത്തനത്തിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഞങ്ങൾ ഇതുപോലെ പുറത്താക്കിയത്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് വന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഒരു പുതുമ ആയിരുന്നു അന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരാൾ CPM-ൽ നിന്ന് വന്ന ആളുണ്ടായിരുന്നു, ഒരാൾ CPI-യിൽ നിന്ന് വന്നു, ഒരാൾ കോൺഗ്രസ്സിൽ നിന്ന് വന്നു. അങ്ങനെ 3 രാഷ്ട്രീയക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും ഇതിൽ നിന്ന് വിട്ടുപോകുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ തനി സ്വഭാവം അതിൽ പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പുറത്താക്കാൻ രാജിവെക്കാൻ പറയുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം ഇതിനകത്ത് കയറി അഴിമതി നടത്താനും മറ്റുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ ഇപ്പോൾ എതിർ ചേരിയിൽ പോയി, പക്ഷേ ഞങ്ങൾക്ക് മത്സരിക്കാൻ പോലും സാധിച്ചില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ ജനം തൂത്തെറിയും. അപ്പോൾ ഇതിനെ എതിർത്തവരും ഇതിൽ നിന്ന് പുറത്തുപോയ ആളുകളൊക്കെ മത്സര രംഗത്തുണ്ടായിരുന്നു. ഒരാൾ പോലും ജയിച്ചില്ല എന്നുള്ളതാണത്. അപ്പോൾ ജനങ്ങൾ ഇന്ന് വളരെ ബോധവാന്മാരാണത്. അപ്പം നമുക്ക് ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് മഴുവന്നൂർ പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളൊക്കെ വന്നപ്പോഴും അവിടെ ഈ പ്രശ്നങ്ങളുണ്ടായി. ഇതിൻ്റെ കമ്മിറ്റികൾ വരുന്നു, അതിൽ BJP-ക്കാരായിട്ടുള്ള ആളുകൾ കയറിക്കൊടുന്നു, CPM-കാരായിട്ടുള്ള ആളുകൾ കയറിക്കൊടുന്നു, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ. പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി കഴിയുമ്പോൾ ഞങ്ങൾ പതുക്കെ അവർ മാറ്റി നിർത്തും. അപ്പോൾ അത് ഒരു ഒരു ക്ലീനിങ് പ്രോസസ്സാണത്. ഏതൊരു ഓർഗനൈസേഷനും ഇനിയിപ്പോൾ അത് തുടരുമ്പോഴും ഇതുണ്ടാവും. അതിവിടെ മാത്രമല്ല, എവിടെയും ഉണ്ടാവും അത്. ജനങ്ങളോട് സാറിന് മുന്നോട്ട് വെക്കാനുള്ളൊരു ആശയം അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന പോലെ 2020-ക്ക് വേണ്ടി പറയാനുള്ളത് എന്താണ്? നമ്മൾ ജനങ്ങൾ നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്ന് എതിർത്ത് കഴിഞ്ഞാലും അതിനെ ഒറ്റക്കെട്ടായിട്ട് ആളുകൾ പ്രതിരോധിക്കണം. നമ്മൾ എല്ലാവരും ഇത് സഹിച്ച് ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ
അത് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ വളർന്നു വരുന്നൊരു തലമുറയുണ്ട്. ഇപ്പോൾ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും കൊടുത്തും ഒക്കെ ശീലിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആരും പ്രതികരിക്കാതെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അക്രമികളും ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനങ്ങളെ വിറ്റ്, ഈ നാടിനെ വിറ്റ് അവസാനം ഇതൊരു ശവപ്പറമ്പായിട്ട് മാറും. അപ്പോൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പ്രതികരിക്കാനായിട്ടുള്ള ഒരു ശേഷി ജനങ്ങൾക്ക് കൈവരണം. അതിനെ ഇപ്പോൾ നമ്മൾ അക്രമം കൊണ്ട് നേരിടണ്ട, പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പ്രതികരിക്കാം. പല മാർഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ആളുകളും അതുപോലെ പ്രതികരിക്കാൻ ശക്തമായിട്ട് പ്രതികരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ള ആളുകൾ മാറ്റം വരും, മാറ്റം വരുത്തിയേ പറ്റൂ, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇത്രയും ശക്തമായിട്ട് ഇവിടെ നിലകൊണ്ടപ്പോൾ ജനങ്ങൾ അതിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്ന് ഇത്തവണ കൊടുത്ത ഒരു മെസ്സേജ് രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് പല രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്ത് തുടങ്ങി അതിനെപ്പറ്റി. കാരണം ഇത് കണ്ട് പഠിക്കണം, കണ്ട് പഠിച്ചേ പറ്റൂ. ഒരു രാഷ്ട്രീയ ഒരു ഗാനം പോലും ഇറങ്ങിക്കഴിഞ്ഞു 2020 അത് വിജയഗാനം. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ ശക്തമായിട്ട് ഇങ്ങനെയുള്ള സമൂഹത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ ഒന്നിച്ച് പ്രതികരിച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയൊരു മാറ്റം നമുക്കുണ്ടാകാൻ സാധിക്കും. അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് വലിയൊരു പ്രയോജനമായിട്ട് നമുക്ക് വരും. ഇനി മറിച്ചാണ് സംഭവിക്കുന്നത്, നമ്മളെല്ലാം സഹിച്ച് ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സഹിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ച് അവർക്കത് താങ്ങാൻ ആവുന്നതിലും കൂടുതലായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലായിരിക്കും അത് നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ അത് ബാധിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിന് ഒരുപാട് സന്തോഷം സാർ. നന്ദി.